തന്നെയാണ് ഇപ്പോൾ അബ്ദുറഹീം പള്ളിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 4 സുഹൃത്തുക്കളുമായിട്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത്. നേരെ ഉമ്മയുടെ ഖബറിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഖബറിൽ പോയി അല്പനേരം പ്രാർത്ഥിച്ചതിന് ശേഷം അതിനുശേഷമാണ് തിരിച്ചു വരികയും ജുമായിൽ പങ്കെടുക്കുകയും ജുമയ്ക്ക് ശേഷം ഒരു കൂട്ടപ്രാർത്ഥന എന്ന തരത്തിലേക്ക് നടത്തുകയും ചെയ്തത്. നേരത്തെ അമൃത ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോഴും ഇന്ന് സംസാരിച്ചപ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെ താൻ വീണപ്പോൾ പറ്റിയ പരിക്കാണ് എന്ന തരത്തിലേക്കാണ് ഷെമി അബ്ദുറഹീമിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോഴും അത് വെളിപ്പെടുത്താനോ കാര്യം ഇങ്ങനെയാണ് എന്ന തരത്തിലേക്ക് സൂചിപ്പിക്കാനോ ഈ കൂടെയുള്ളവർക്ക് കഴിയില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ അദ്ദേഹം ഈ ഖബറിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാവുന്നതാണ്. ഈ പള്ളിയുടെ പിൻവശത്തായിട്ടുള്ള ഇതുവഴി കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു. അദ്ദേഹം ഇവിടെയുണ്ട്. ഈ പള്ളിയുടെ മുൻവശത്തു കൂടിയാണ്, അതിന്റെ വശത്തു കൂടിയാണ് ഈ ഖബറിലേക്ക് പോകുന്നത്. ആ ഖബറിലേക്ക് അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോകുന്ന ആ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണെങ്കിൽ തന്നെയും ഇന്നത്തെ ഈ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വളരെ മോശമാണ് എന്നതാണ് സുഹൃത്തുക്കളാണെങ്കിലും കുടുംബമാണെങ്കിലും പറയുന്നത്. കാരണം 7 വർഷത്തോളമായി വിദേശ രാജ്യത്ത് കുടുങ്ങിക്കിടന്ന ഒരു മനുഷ്യൻ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ തന്റെ മൂത്ത മകനിൽ നിന്നും ആ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് നേരിടേണ്ടി വന്ന ഒരു ക്രൂരമായ മരണം, ആ ഒരു മരണത്തിന് ആദ്യ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമാകാതെ, അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് ഒന്ന് വരാൻ സാധിക്കാതെ, മകനെയും അതിനോടൊപ്പം തന്നെ തന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെയും ഒന്ന് അവസാന നോക്കുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു ഈ റഹീം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വളരെ മോശമാണ് എന്നതാണ് ഈ കുടുംബമാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും പറയുന്നത്. ഇപ്പോൾ അത് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിയതിനു ശേഷം, അതായത് യാത്രാ രേഖകളില്ലാതെ, ഇഖാമയില്ലാതെ, അവിടെ തുടരാനുള്ള അനുമതി ഇല്ലാതെയാണ് അദ്ദേഹം ഇത്ര നാളും അവിടെ കഷ്ടപ്പെട്ട് നിലനിന്നിരുന്നത്. അവിടെ നിന്ന് ഏറെ ബുദ്ധിമുട്ട് പണിപ്പെട്ടാണ് പരമാവധി പേരുടെ സഹായങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഇന്നെങ്കിലും ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരാണെങ്കിൽ പോലും പറയുന്നു, ഒന്ന് സംസാരിച്ചാൽ അപ്പോൾ പൊട്ടിക്കരയുന്ന മാനസികാവസ്ഥയിലേക്കാണ്, എന്തെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് അല്പനേരം മുൻപ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുഹൃത്തുക്കളാണെങ്കിലും ശരി, സഹോദരങ്ങളാണെങ്കിലും ശരിയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഖബറിടത്തിലേക്ക് വരുന്നത് എന്നത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഷെമിയുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതിയുണ്ട് എങ്കിൽ പോലും അവരുടെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള, ഇപ്പോൾ ഉമ്മയുടെ ഖബറിടത്തിലേക്ക് വന്നിരിക്കുന്ന ഈ റഹീമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഉമ്മയുടെ ഖബറിടത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും പറഞ്ഞിരുന്നതാണ്, ആദ്യ കൊലപാതകം അല്ലെങ്കിൽ ആദ്യമായി മരണം സംഭവിച്ചത് സൽമാ ബീവിയുടേതാണ്. അതായത് 95 വയസ്സുള്ള റഹീമിന്റെ മാതാവായിട്ടുള്ള സൽമാ ബീവിയുടെ മരണമാണ് ആദ്യം സംഭവിച്ചത്. ആ മരണത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ആ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതും. എന്തായാലും പാങ്ങോട് പള്ളിയിൽ എത്തിയപ്പോൾ ഉമ്മയുടെ ഖബറിടത്തിന് മുന്നിൽ നിൽക്കുന്ന അബ്ദുറഹീമിനെയാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.